നമ്മൾ കുറേ ന്യൂസിൽ കാണാറുണ്ട്, എന്താ ആളുകൾ എക്സസൈസ് ചെയ്തു കുഴഞ്ഞു വീണ് മരിച്ചു, എക്സസൈസ് ചെയ്യുന്നിടത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. അതിലൊരു 90% മേ ബി കാർഡിയക് റിലേറ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു 10% ദർ ഇസ് സംതിങ് കോൾഡ് വീറ്റ് ഡിപ്പെൻഡൻറ്റ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് അനാഫ്ലാക്സ്. അതായത് വീറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തൊരു 1 hour കഴിഞ്ഞ് നമ്മൾ 1 hourനുള്ളിൽ നമ്മൾ വീറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അനാഫ്ലാക്സ് വരാം, അതായത് സിവിയർ റിയാക്ഷൻ വരാം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു 4 or 5 കേസസ് ഉണ്ട് WDAയുടെ. ഇവർ ഹിസ്റ്ററി എന്താ പറയുക, ഭയങ്കര ഒരു മിസ്റ്ററി പോലെ, നമ്മൾ ഷെർലോക്ക് ഹോംസിനെ പോലെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യൻ്റ് നമുക്ക് വന്നത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന പേഷ്യൻ്റ്, ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് 2 എപ്പിസോഡ് സിവിയർ അനാഫ്ലാക്സ് റിക്വയറിങ് അഡ്രിനൽ, അത്രയും സിവിയർ ആയിട്ട് തന്നെ വന്നു. 2 വട്ടം അവർ പറഞ്ഞു, ഒരു വട്ടം ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ വാക്കത്തോണ്ട് പോയി, നമ്മുടെ ഈവനിങ്ങിൽ പോയി വാക്കത്തോണ്ട് പോയി ഞാൻ അവിടെ കുഴഞ്ഞു വീണു. ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല, കാർഡിയാക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇവാലുവേറ്റ് ചെയ്തു, നത്തിങ് കെയിം ഔട്ട്, ഇത് ചെയ്തു. 2ാമത്തെ വട്ടവും ഇതുപോലെ തന്നെ ഞാൻ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് ഞാൻ വന്നു, ഫുഡ് കഴിക്കാനായിട്ടിരുന്നു, ഫുഡ് കഴിച്ചു 2 തീർത്തപ്പോഴത്തേക്ക് വീണു. അപ്പോൾ ബേസിക്കലി അവർ കോറിലേറ്റ് ചെയ്തിരിക്കുന്ന എക്സസൈസ് ആയിട്ടാണ്. പക്ഷേ അവർ മനസ്സിലാക്കി, അങ്ങനെ അവരോട് അത്രയും നാൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. പക്ഷെ നമ്മുടെയൊക്കെ വന്നാൽ ശരിക്കും ഒരു വീറ്റിനകത്ത് ഒരു omega-5 ഗ്ലൈഡിൻ എന്നൊരു കമ്പോണന്റ് ഉണ്ട്. ആ കമ്പോണന്റിന്റെ അലർജി ഉള്ളവർക്ക് അതാണ് ഏറ്റവും കോമൺ. ബാക്കിയും വേറെ കമ്പോണൻസും ആവാം, പക്ഷേ ഏറ്റവും കോമൺ അതാണ്. അപ്പോൾ അതിനോട് അലർജി ഉള്ളവർക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വരുന്ന ചേഞ്ച് കാരണം ഗട്ട് ഇച്ചിരി ലീക്ക് ആവും. അപ്പോൾ ഗട്ട് ലീക്ക് ആകുമ്പോൾ നമ്മളുടെ ആൻറ്റിജൻ എക്സ്പോഷർ വളരെ പെട്ടെന്ന് കൂടിക്കഴിയുമ്പോൾ അവർക്ക് സഡനായിട്ട് അനാഫ്ലാക്റ്റിക്. അപ്പോൾ അത് എമർജൻസി ആണോ? അതെ, അനാഫ്ലാക്സിസ് ആണ്, ലൈഫ് ത്രെറ്റനിങ് ആണ്. നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ അഡ്രിനലിൻ അഡ്മിനിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ലൈഫ് പോകുന്ന കാര്യമാണ്. പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മസ്റ്റാണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആണ്, കാർഡിയക് ഇവാലുവേഷൻ നടക്കും, ചെസ്റ്റിൻ്റെ ഇവാലുവേഷൻ നടക്കും, ലങ്സിൻ്റെ നടക്കും. പക്ഷേ ഈ ഒരു കമ്പോണൻറ്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യില്ല. ഇത് നമുക്ക് പിന്നെ ഈ വിദേശ രാജ്യങ്ങളുള്ളവർക്ക്, നമ്മുടെ ഇപ്പം നമ്മൾ തമാശയ്ക്ക് പറയും, കേരളത്തിലുള്ളവർക്കൊന്നും നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ വില അറിയില്ലാന്ന്. റീസൺ വെച്ചാൽ ഇപ്പോൾ UK-ലും അയർലൻഡിൽ നിന്നൊക്കെ നമുക്ക് പേഷ്യൻസ് വരും. അവർക്കെന്ന് വെച്ചാൽ ഒരു അലർജിസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു വെയിറ്റ് ഫോർ 1 year. അവർക്ക് നെക്സ്റ്റ് February 2026 അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം നമുക്ക് ആക്ച്വലി ഒരു 4 or 5 കേസസ് ഉണ്ട് ഇങ്ങനത്തെ വീറ്റ് ഡിപ്പെൻഡൻറ്റ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് അനാഫ്ലാക്സിൻ്റെ ഡയഗ്നോസ് ചെയ്യാവുന്ന കേസ് നമുക്ക് 5 ഉള്ളതുണ്ട്. അതിനെല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് 1 year ശേഷമൊക്കെ ആയിരുന്നു. നാട്ടിലുള്ള 1-2 കേസ് വിട്ടേക്കും. പക്ഷേ 3 പേര് നമുക്ക് ഇവിടെ വന്ന് കാണിച്ച് നമ്മൾ CRD എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് നമുക്ക് അവർക്ക് കൺവിൻസ് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് EpiPen മേടിച്ചു കൊടുക്കുകയും അവർക്ക് ഡയഗ്നോസ് ആക്കി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്.